ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലെ ഉത്സവമാണ്. സോ ഗൈസ്, ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെയാണ് വരാനായിട്ട് ടൈം കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്യൂഷൻ്റെ അവിടെ എക്സാം ആയതുകൊണ്ടാണ്. അപ്പോൾ പഠിക്കാൻ വേണം, അതുപോലെ ഇന്നലെ ആയിരുന്നു എക്സാം. ഇനി തിങ്കളാഴ്ച ഉള്ള ദിവസം ഞാൻ ബുക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു 8:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയില്ലായിരുന്നു. ഇനി വൈകിട്ട് നമ്മൾ കെട്ടുകാഴ്ചക്കൊക്കെ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും, പിന്നെ സദ്യ കഴിക്കുന്നതൊക്കെ കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഞങ്ങൾ കനാലൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ ഞങ്ങളുടെ വീടിന് ഓപ്പോസിറ്റ് തോടുണ്ട്. അപ്പോൾ അവിടെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരവിടെ നിൽക്കുകയായിരുന്നു രാവിലെ. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ടില്ല ഇവന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കാൻ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വ്ളോഗ് എടുക്കാം. അപ്പോൾ വ്ളോഗ് എടുപ്പോൾ എൻ്റെ ടെക്സ്റ്റും ബുക്കൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പഠിക്കുകയാണ്, കാരണം തിങ്കളാഴ്ച ഞങ്ങൾ എക്സാം ഫിനിഷ് ആകുമ്പോൾ സോഷ്യലാണ്. സോ ഇവിടുന്ന് പഠിച്ചോണ്ട് കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെ ചെന്നോണ്ട് എല്ലാം കൂടെ ചെന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഗൈസ് ടെക്സ്റ്റൊക്കെ ആയിട്ട് വന്നത്. ഞങ്ങളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനുണ്ട്, ഞങ്ങളുടെ അനിയനുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ അനിയനൊക്കെ ഉണ്ട്. സോ ഗൈസ്, ഇത് കാണിച്ചു തരാം. നമ്മുടെ തോട് ഇതാണ് ഗൈസ്, ഉണ്ടോ? ഇതിലിങ്ങനെ വെള്ളം വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് ഗൈസ്. നല്ല രസമാണ്. താഴെ നല്ല തണുപ്പാണ് ഗൈസ്. നല്ല തണുത്താണ്. ഇങ്ങനെ ഈ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനാണെങ്കിൽ രണ്ടിത് കണ്ടോ, വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നല്ല രസമാണ് ഗൈസ്. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. ഈ ഒരു തിയറി വെച്ചായിരുന്നേ. ഉണ്ടോ, നല്ലതാണ്, അടിപൊളി, നല്ല വ്യൂ ആണ്. പിന്നെ അതിൻ്റെ ടെക്സ്റ്റും ബുക്കും ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കാണ്, ഞാൻ പഠിക്കാം. സോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോൻ. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, വൈകിട്ടത്തേക്ക് ഇനി കാണിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ചുമ്മാ കളിക്കാനൊക്കെ വന്നതാണ്. ഇപ്പം എനിക്ക് പഠിക്കണം, സെറ്റാണ്. ഞാനിപ്പം തിരിച്ച് വീട്ടിൽ വന്നേക്കാണ്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് തിരിച്ചിനി പോവാം. ഇവിടുന്ന് വേണം അങ്ങോട്ട് പോവാനായിട്ട്. അപ്പം അമ്മമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്, കണ്ടോ? ചൂണ്ടയിടുവാന്നോടാ? അത് വെള്ളച്ചാട്ടം പോലെ കിടക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എടാ, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാറ്. ഇവിടെ തന്നെ നിൽക്കാതെ ബോറടിക്കത്തില്ലേ? അവിടെ അല്ല, അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് കഴിച്ചിട്ട് വിടത്തില്ല. ഇവിടെ കുളിക്കാനൊക്കെ പോവും. ഇങ്ങനെ ഇറങ്ങല്ലേ നിങ്ങള്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമുണ്ട് ഗായ്സ്. പിന്നെ വെള്ളമില്ലാത്തത് ചൂടുള്ള സമയത്തൊക്കെയാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ചൂടുള്ള സമയം തന്നെയാണ്. പിന്നെ കനാൽ ഇപ്പോൾ തുറന്ന് വിട്ടിട്ട് ഭയങ്കര, ഞങ്ങൾ ഉത്സവത്തിന് വന്ന സമയത്ത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര വെള്ളമാണ് ഗൈസ് കനാലിൽ. ഗൈസ്, ഞാൻ അങ്ങോട്ട് പോയി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ സോ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇതിട്ട് അവരാണ് എനിക്ക് ഡാൻസ് സ്റ്റുഡിയോ എടുത്തു തന്നത്. ഇങ്ങോട്ട് ഇവിടെ നിന്നാണ് ഞാൻ കറക്റ്റ് പൊസിഷനിൽ നിന്നെടുത്തത്. മറ്റേ ഉപ്പുക്കരവാട്, പിന്നെ മറ്റേ ചിന്ന ഗുണ്ടല അങ്ങോട്ട് അത് എടുത്തത്. ഇന്നെടുക്കണം. മറ്റേ ഒരു ചുരിദാർ കുഞ്ഞമ്മ കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടൊരു ഡാൻസിൻ്റെ ജീൻസും ടോപ്പ് എടുക്കാം. ഇടാം. അത് വെച്ചൊരു ഡാൻസ് കളിക്കാം. 2 കളിയുണ്ട്. ഇടാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ. പട്ടി ഞാൻ ഒരു പേടിച്ചൂറിയാണ് ഗൈസ്. അതോടെ ആ മണ്ണ് പോകുന്നു. കുറെ മണ്ണുള്ളത് എന്താടാ? കുറെ കല്ല് അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാം ചെയ്യാം.
അതാണ് ഗൈസ്, അവിടാണ് ഞങ്ങളുടെ വീട്. അവിടെ നിന്നാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി വന്നത്. കണ്ടോ, ഇതൊക്കെ വീടാണ്. സോ ഇവിടെ താഴെയാണ് ഞങ്ങളുടെ വീട്. പിന്നെ ഇവിടെ ഇങ്ങനെ തോടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു കാടൊക്കെ പോലെ അങ്ങോട്ടും വീട്, അപ്പുറത്തൊക്കെ കുറേ വീടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെയാണ് ഞാൻ എടുക്കാതെ, കാരണം ഇവിടെ ഫുള്ള് കാടായതുകൊണ്ട് എടുക്കുന്നില്ല. ഇവിടെ നിന്ന് മറ്റേ ഗിറ ഡാൻസ് ഒക്കെ ഇവിടെ ഇടുന്നത്. പക്ഷെ അതാണ് സാർ നല്ല തെളിച്ചായിരുന്നു. ഇപ്പം ഭയങ്കര കാടായിപ്പോയി. എന്തുവാ എടാ ഇങ്ങനെ മണ്ണിങ്ങനെയാണ് ആക്കാതെ അത്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാറുണ്ട്. പിന്നെ എനിക്ക് പോകുന്നു വേണ്ട, എനിക്ക് തന്നെ പോകാൻ അങ്ങോട്ട് പേടിയാണ്. അതുകൊണ്ട് ഞാൻ പോവാട്ടെ. അമ്മാരുടെ വരട്ടെ, അപ്പം നമുക്ക് പോവാട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മാത്രമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോയേനെ. ഞങ്ങൾ സദ്യക്കൊക്കെ ഞങ്ങളുടെ കുഞ്ഞമ്മ, ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ അമ്മയുടെ അമ്മയൊക്കെ സഹായിക്കുകയാണ്. ഇപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് കുളിക്കും. എന്നിട്ട് ഞാൻ ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കട്ടെ. പിന്നെ പഠിച്ച് സെറ്റായിട്ട് പോകും, എല്ലാം ഓക്കെ ആക്കും. നല്ല അടിപൊളിയായിരിക്കും. എന്തുവാടാ? അയ്യോ, അവിടെയാണ് ഞങ്ങളുടെ വീട്. ഇതിനകത്ത് മീനുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പം കാണുന്നില്ല. ഇതിനകത്തുണ്ട് ഗൈസ്. ഞങ്ങളാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഇവന്മാരിത് ബോട്ട് ഉണ്ടാക്കുന്നത്, പക്ഷെ അത് ഒഴുക്കി വിട്ടു. ഒരെണ്ണം കൂടെ ഉണ്ടാക്കടാ ബോട്ട്. അയ്യോ, ഞാൻ കാണിച്ചു തരായിരുന്നു ഗൈസ്. ബോട്ട് അങ്ങ് പോയി. ഒരു പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ബോട്ടായിരുന്നു ഗൈസ്. ഈ ഭാഗം നല്ല കുറച്ച് ക്ലീനായിട്ട് തോന്നുന്നില്ലേ? ഞങ്ങളവിടെ ആ ഭാഗത്തായിരുന്നു കേട്ടോ നിന്നത്. ആ ഭാഗത്തായിരുന്നു നിന്നത്. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ കൊള്ളാം. പിന്നെ ഉത്സവത്തിലൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മഴയൊക്കെ അങ്ങോട്ട് പോകണം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സോ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. എനിക്ക് ആ വ്യൂ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കണ്ട ആ വെള്ളച്ചാട്ടം പോലത്തെ. സോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഫ്രണ്ട്സ്, ഞാൻ പഠിച്ചു. ഫുള്ള് പഠിച്ചില്ല, കുറച്ച് പഠിച്ചു ഞാൻ. എന്നിട്ട് ഞാനിപ്പം ചുമ്മാ ഇരിക്കുകയാണ്. ഇഞ്ചിക്കറി ടേസ്റ്റ് ചെയ്യാണ്. ഞങ്ങളുടെ അമ്മമ്മയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കിയ സത്യം നല്ല ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ കാർട്ടൂൺ കണ്ടിരിക്കുന്നത് ഫേവറേറ്റ് കാർട്ടൂൺ. കുറച്ച് ടി വിയിലേക്ക് കാർട്ടൂൺ ഗൈസ്. ഞാൻ കുളിക്കാൻ പോകും. ഞാൻ അടുത്ത് കുളിച്ചിട്ടേ കാണിക്കുള്ളൂ. കുട്ടികളെ നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങളിത് തെറ്റിദ്ധരിച്ചതാണ്. അച്ചാറും സൂപ്പർ. അതേ മാവ് എല്ലാം ഞങ്ങളുടെ ഇത് തന്നെ വീണ. ഞാൻ പറഞ്ഞു ഞങ്ങളെ തന്നു ഭയങ്കര വലിയ സ്പൂണായി.
സോ ഗൈസ് ഒക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പം എൻ്റെ അനിയനും ഞങ്ങൾ കുഞ്ഞമ്മയുടെ മോനും ഉണ്ട്. ഇപ്പോൾ ചേട്ടൻ അപ്പുറത്തേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അമ്മയും കുഞ്ഞമ്മയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോകട്ടെ. ഇപ്പോൾ 2-3 ക്ലബ്ബിൽ കരയല്ല ക്ലബ്ബിൽ ഒരു ക്ലബ്ബിൽ ഞങ്ങൾ കാളെ പോയി. പിന്നെ ഇവിടുത്തെ അമ്പലത്തിൽ ഇപ്പോൾ വാഴ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായാലും കെട്ടുകാഴ്ചകൾ തുടങ്ങുകയുള്ളൂ. സോ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും. പിന്നെ നൃത്തനാടകം കാണാനൊക്കെ പോകും കേട്ടോ. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വന്ന് ചായ കുടിച്ചിട്ട് പിന്നെ പോകട്ടെ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിനി കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും. കുറച്ച് 2 റീൽസ് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അപ്ലോഡൊക്കെ സെറ്റാക്കിയിട്ട് പോകും. എന്നിട്ട് വന്നിട്ട് ചായ കുടിച്ച് ഞങ്ങൾ പോകും. ഗൈസ് നൃത്തനാടകം കാണാൻ. സോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങളുടെ തോടെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ്. സോ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് കേട്ടോ. എപ്പോഴും അവിടെ തന്നെ നിൽക്കേണ്ടത്. സോ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവൻ വേണ്ടി ഇവിടെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു കൊടുത്ത കുഴിച്ചോ? അവിടെ ഇങ്ങനെ ഒരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൻ്റെ പണി ഇതാണ്. വെള്ളത്തിനകത്ത് കളി എപ്പോഴും. വെള്ളത്തിന് അങ്ങനെ വലിയ കളിയൊന്നുമില്ല. ചുമ്മാ അവൻ ഈ കമ്പട്ടിനെ കുത്താണ് ഗൈസ്. അപ്പോൾ എൻ്റെ പണ്ടത്തെ സ്വഭാവം തന്നെയാണ് കേട്ടോ. എൻ്റെ പണ്ടത്തെ സ്വഭാവമായിരുന്നു. അപ്പോൾ ഈ വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടി മണ്ണുണ്ടല്ലോ അത് കുഴിച്ചങ്ങാക്കും. പക്ഷേ അത് കുഴി ആവത്തില്ല. പക്ഷെ ഇങ്ങനെ ആക്കും മണ്ണിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് വെള്ളത്തിൽ കളി. പക്ഷെ ഇപ്പം ഞാൻ കളിക്കാറില്ല. സോ അങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഇനി റെഡി ആവുന്നതും പോകുന്നേക്കാം. സോ ഗൈസ് ഇവിടെ മഴക്കോളും ഉണ്ട്. അതെല്ലാം ഇടിയും വെട്ടുന്നുണ്ട്. ഇപ്പോൾ കാറ്റും ഉണ്ട് നല്ലതായിട്ട്. സോ എന്തായാലും മഴ പ്രതീക്ഷിക്കാം. എന്തായാലും അങ്ങനെ ഞങ്ങൾക്ക് ഉത്സവത്തിന് പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഒരാൾ കരിപ്പിലാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള ഗൈസ്. നമ്മളെല്ലാം റെഡിയായി. ഇപ്പോൾ നമ്മൾ പോവുകയാണ്. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടോ. കാരണം ഇപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. എല്ലാം ഇവിടെ മഴ പെയ്തു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയത്. സോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പം ഒത്തിരി സമയം കഴിഞ്ഞ് 5 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 കഴിഞ്ഞിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ 5 മണി കഴിഞ്ഞു കേട്ടോ. സോ അതുകൊണ്ട് കുറച്ച് ലേറ്റാണ്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നടക്കുകയാണ്. ഇതുവരെ പോവാം. ഇപ്പം നടക്കുകയാണ്. ചെളിയാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. കുറച്ചൊക്കെ വോയിസ് കവർ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. കാരണം തിരക്കായതുകൊണ്ട് ചിലതൊക്കെ ഞാൻ അല്ലാതെ ഞാൻ കൊടുക്കാം കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഞങ്ങളാണ്ട് ആ വഴി അങ്ങോട്ട് പോകണം. ഇവിടെയൊക്കെ ഞാൻ ഡാൻസൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. പിന്നെ ഞാൻ ഇന്ന് എന്താണ് ഫെബ്രുവരി 28 ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണണേ. സോ നമുക്കവിടെ ചെന്നിട്ടാണോ കനാലിലെ വെള്ളം കാണിച്ചു തരാമെന്ന്. സോ ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ. ഭയങ്കര വെള്ളമാണ് കനാലിൽ. സോ ഗൈസ് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ കനാലിൻ്റെ ഈ സൈഡ് ഞങ്ങളായിട്ട് ഭയങ്കര വെള്ളമാണ് കനാലിൽ. ഗൈസ് അവിടെയാണ് അങ്ങാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. സോ ഞങ്ങളെല്ലാവരും ഉണ്ട്. നല്ല വെള്ളം. അതാണ് ഞങ്ങൾ തോട്ടി വെള്ളം ഇങ്ങനെ വരുന്നത്. കനാൽ തുറന്നു വിട്ടാണ്. ഉത്സവ സമയത്ത് എപ്പോഴും ഉണ്ട് ഇങ്ങനെ കനാൽ തുറന്നു വിടും. സമയം അമ്പലത്തിൽ എത്തി. ലൈറ്റൊക്കെ ആദ്യം കാണിച്ചു. കണ്ടോ
വീട്ടിൽ ചെന്ന് ചായയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ എന്താണ് നമ്മുടെ നാടകം കാണാൻ വേണ്ടി പോകും. അപ്പോൾ നാടകം കാണാൻ പോയി വന്നിട്ട് പിന്നെ ചോറൊക്കെ കഴിക്കരുത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു കമ്മലൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് നടക്കാൻ ഇനി അവിടെ ചെന്നിട്ട് കാണാം. സോ ഗൈസ് നമ്മളിപ്പോൾ എന്തായാലും വീട്ടിൽ ഡ്രസ്സൊക്കെ മാറി ചായ കുടിച്ച് എൻ്റെ മുടികൂടെ കെട്ടിക്കഴിഞ്ഞ് നേരെ പോകും അമ്പലത്തിലേക്ക് നാടകം കാണാൻ വേണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദീപാരാധനയായിട്ട് പോകുമ്പോഴത്തേക്ക് കാണാം. സോ ഗൈസ് നമ്മളോട് നടക്കുകയാണ്, അമ്പലത്തിലോട്ട് ഞങ്ങൾ നടക്കുകയാണ് നാടകം കാണാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ മുടിത്തേച്ച് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾ രാത്രി വെളുപ്പിൽ കാണാൻ പോകും. അതുകൂടെ കാണും, അതുകൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. സോ അങ്ങോട്ട് നടക്കുകയാണ് ഞങ്ങൾ. കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, വിശ്വകലയുടെ നൃത്തനാടകം കാണാനെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ ക്ഷണിച്ച ഈ ദൈവിക സന്നിധിയിലെ പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും വിശ്വകലയുടെ ആദരപൂർവമായ സ്വാഗതം. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ഉത്സവമുള്ളത് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നാടകമൊക്കെ കണ്ട് തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നേരെ തുടങ്ങാൻ പോകണം. ഇപ്പോൾ സമയം 12:50 ഇത്രയായിട്ടുണ്ട്, 12:50 കറക്റ്റ്. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് അവിടുത്തെ അമർക്കുന്നത്. നമുക്ക് റോഡ് ടു 10K ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വെൽക്കം, ബൈ ബൈ.